നമസ്കാരം. നമസ്കാരം. നമുക്ക് 2 പ്ലോട്ട് ഓപ്ഷൻസ് നോക്കുന്നുണ്ട്. സ്ഥലം വാങ്ങി വീട് വെക്കാനായിട്ടാണ്. ഓക്കെ, ഇതൊന്ന് നോക്കിയിട്ട് എൻ്റെ വാസ്തു പറയണം. പിന്നെന്താ, എനിക്കിതിൽ പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല, പക്ഷെ വീട്ടുകാർക്ക് ഒരേ നിർബന്ധം, വാസ്തു നോക്കിയിട്ടേ വാങ്ങാവുള്ളൂ. പേരെന്താ? അശ്വിൻ. അശ്വിൻ ഹിന്ദു അല്ലേ? ഹിന്ദുവാണ്. വിശ്വാസം അമ്മ പറഞ്ഞു വിട്ടതാണ് അല്ലേ? അതെ. അശ്വിൻ മാരീഡ് ആണോ? അല്ലല്ല, കല്യാണം. അപ്പോൾ നമ്മളൊരു വീട് വെക്കുമ്പോൾ വീട് കല്യാണം എന്നൊക്കെ പറയുന്നത് സ്ത്രീജന്യ പൊരുത്തവും മുഹൂർത്തമൊക്കെയാണ്. സ്ത്രീകൾക്കാണ് ഇതിനകത്ത് പ്രാധാന്യം. നമ്മൾ ആണുങ്ങൾ എത്ര പൈസ ഉണ്ടാക്കിയാലും വീട് വെക്കുമ്പോൾ അതിൻ്റെ തറക്കല്ലിടുന്നതും ബാക്കിയുള്ള എല്ലാ പാല് കാച്ചുന്നതും ഒക്കെ പെണ്ണുങ്ങളുടെ ആ വീട്ടിലെ കുടുംബിനിയുടെ നക്ഷത്രപ്രകാരമാണ്. അതുകൊണ്ടാണ് മാരീഡ് ആണോ എന്ന് ചോദിച്ചത്. അപ്പം മാരേജ് അല്ലെങ്കിൽ, മാരീഡ് അല്ല എങ്കിൽ അമ്മയുടെ പേരിൽ നോക്കണം. അമ്മയുടെ നക്ഷത്രം അറിയോ? മകം നക്ഷത്രം. മകം നക്ഷത്രത്തിന് ഇപ്പോൾ 11 വ്യാഴമുണ്ട്. നല്ല സമയമാണ്, ഇപ്പോൾ വീട് വയ്ക്കാൻ പറ്റുന്ന സമയമാണ്. ആ സമയം ഇനിയിപ്പോൾ ഈ ജൂൺ മാസം 2-ാം തീയതി വരെ ഉള്ളത്. ജൂൺ മാസം ഏതെങ്കിലും, അപ്പോൾ ഇതിൻ്റെ ഒരു ശരിയായ സമയമാണിപ്പോൾ. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഒരു പ്ലോട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ മേഡം 10-ാം തീയതി ഒക്കെ ആണെങ്കിൽ തറക്കല്ലിടാൻ പറ്റിയാൽ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. നമുക്ക് നോക്കാം. എത്രയും പെട്ടെന്ന് നോക്കാൻ വേണ്ടി തന്നെയാണ് ഈ ആദ്യത്തെ ഓപ്ഷനാണ് പ്രിഫർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പൈസ കുറവുണ്ടേ. ബഡ്ജറ്റിൽ ഇത് കുറവുണ്ട് അല്ലേ? അപ്പം അങ്ങനെ ആണെങ്കിൽ ഇത് പ്ലോട്ടുകൾ നല്ലതാണ്. ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതെല്ലാം തെക്കോട്ട് ദർശനമുള്ളതാണ്. അപ്പോൾ അത് കാരണവന്മാർ ചിലപ്പോൾ അങ്ങനെ സമ്മതിക്കുമെന്ന് തോന്നണില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് നോർത്ത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോർത്താണ്, വടക്കോട്ട് ദർശനം. അപ്പോൾ വടക്കുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ വഴിയിലേക്കാണല്ലോ അതിന് എൻട്രി വരുന്നത്. അപ്പം തെക്കോട്ട് ദർശനമുള്ള ഇതൊന്നും നമ്മൾ പൊതുവെ ആളുകൾ എടുക്കാറില്ല. നമുക്ക് 4 വശത്തേക്കും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ഈ റോയ്ക്കൊരു പ്രശ്നമുണ്ട്. അതേസമയം ഇവിടെ നിന്നാണെങ്കിൽ വടക്കോട്ട് ദർശനം വരും. ഇപ്പം നമ്മളിപ്പോൾ അശ്വിൻ കാണിച്ചിരിക്കുന്ന ഇതാണ്. നമുക്ക് ഇവിടെ 2-3 പ്ലോട്ട് ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. വാസ്തുപരമായിട്ട് നമ്മൾ നോക്കിയിട്ടില്ല, നമ്മുടെ താല്പര്യം. അപ്പം നമ്മളിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് വലിയ കുഴപ്പമില്ലാത്തതാണ്. പക്ഷെ ഇതിനകത്ത് വേറൊരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ആ സ്ഥലത്തിൻ്റെ തെക്ക്, കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ? അപ്പൊ ഇതിനകത്ത് ഈ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്ന നമ്മുടെ സ്കെച്ചിൽ ഇതാണ്. ആ സ്കെച്ചിന് അവിടെ നിന്ന് തിരിഞ്ഞിട്ടാണ് ഈ പ്ലോട്ട്, എൻ്റയർ പ്ലോട്ട് കിടക്കുന്നത്. ഇത് കണ്ടോ, നമുക്ക് അശ്വിൻ തന്നെ കണ്ടാൽ മനസ്സിലായി. അപ്പോൾ ഒന്നുകിൽ നേരെ വടക്കോട്ട് വരണം, അതല്ലെങ്കിൽ കിഴക്കോട്ട് വരണം, അല്ലെങ്കിൽ തെക്കോട്ട് വരണം, അല്ലെങ്കിൽ പടിഞ്ഞാട്ട് വരണം. 4 ദിക്കല്ലേ ഉള്ളൂ. ഈ ദിക്കുകൾ തമ്മിൽ കൂടുന്നുണ്ട്. തെക്കും കിഴക്കും തമ്മിൽ കൂടുന്നതിനെ വിധിക്കുന്ന പറയാം. അങ്ങോട്ട് ദർശനമുള്ളത് സാധാരണ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവും. ഇതിനകത്ത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ചെറുതായിട്ട്. ഇത് അശ്വിന് മനസ്സിലാവും കണ്ടോ. വടക്കെന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങനെ പ്രോപ്പറാ, പക്ഷെ ഈ പ്ലോട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നുണ്ടോ. അപ്പൊ ഇവിടത്തെ വടക്കൊക്കെ അത് ഇങ്ങനെ ഈ കോർണർ വരും, ഇവിടത്തെ ഈ കോർണർ വരും. നമ്മളിതൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. എന്താ ഇപ്പൊ ഒരു പ്രതിവിധി? അതിനകത്ത് പ്രതിവിധിക്ക് ഇങ്ങനെയുള്ള ഈ ഭൂമിപരമായ ദോഷത്തിന് പ്രതിവിധി ഇല്ല. മഴ പെയ്യാതിരിക്കാൻ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? ഇല്ല. നമ്മൾ കുട പിടിക്കുക എന്നുള്ള എന്ന് പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞാൽ കിഴക്കോട്ട് ദർശനമുള്ള വീടാണ് ഏറ്റവും നല്ലത്. ഒന്നാമത്തെ വാസ്തുശാസ്ത്ര പ്രകാരം. രണ്ടാമത്തെ വടക്കോട്ട് ദർശനമുള്ളത്. നമുക്കിവിടെ വടക്കോട്ട് ദർശനം കിട്ടും, പടിഞ്ഞാറോട്ടും ദർശനം കിട്ടും. അപ്പോൾ 1-ാമത്തെ സ്ഥാനം കിഴക്കോട്ട്, 2-ാമത്തെ സ്ഥാനം വടക്കോട്ട്, 3-ാമത്തെ പടിഞ്ഞാറ്, 4-ാമത്തെ സ്ഥാനമാണ് തെക്കോട്ട്. ഈ റോയെല്ലാം തെക്കോട്ടാ. അത് 4-ാമത്തെ ആയതുകൊണ്ട് നമ്മൾ അതിനെ വിടുന്നു. ഇതെടുക്കുമ്പോൾ പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ ഈ വിധിക്കിലേക്ക് വരുന്നത് കൊണ്ട് നമുക്കത് ശോഭനാവില്ല. അപ്പോൾ കഴിയുന്നത്ര ഇത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം ഇതിനകത്ത് 2 ഉണ്ടല്ലോ. നമുക്ക് റിയൽ തിയറി 2 പ്ലോട്ടാ സജസ്റ്റ് ചെയ്തേക്കുന്നത്. ഞാനിപ്പം എൻ്റെ ഒരു ബഡ്ജറ്റ് കൺസേൺസ് വെച്ചിട്ട് ഇത് പ്രിഫർ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. 2-ാമത്തേത് നോക്കാം. ചെറിയ ബഡ്ജറ്റൊക്കെ വ്യത്യാസമാണെങ്കിലും നല്ലൊരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതായിരിക്കും നല്ലത്. ഇതുണ്ടോ, ഇത് കറക്റ്റാ. ഇത് കറക്റ്റാ. ഇതിൻ്റെ ഡയറക്ഷൻ നിൽക്കുന്നതും ഈ പ്ലോട്ട് നിൽക്കുന്നതും ഒരേ ഡയറക്ഷനില്ല. നോർത്ത് എന്ന് പറയുന്നത് ഇത് കണ്ടോ, നോർത്ത് എന്ന് പറയുന്നത് ട്രൂ നോർത്താണ്. ട്രൂ നോർത്ത് എന്ന് പറഞ്ഞാൽ റിയൽ, അതായത് നേരെ വടക്കോട്ട് ദർശനമുള്ള പ്ലോട്ടാണിത്. കറക്റ്റ് ഡയറക്ഷനാണ്. അങ്ങനെ എടുക്കണം. ഇപ്പോൾ വടക്കുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാലോ അങ്ങോട്ട് തിരിഞ്ഞാലോ വിധിക്കിലേക്കല്ലേ, രണ്ടും അല്ലാത്തൊരു നോർത്ത് വെസ്റ്റ് എന്നൊക്കെ നമ്മൾ നോർത്ത് വെസ്റ്റിലേക്കല്ലേ, അത് നമുക്ക് വളരെ ദോഷം ചെയ്യും. നമുക്കൊരു എയിമിലേക്ക് എത്താൻ പറ്റില്ല. ഈ 2 എണ്ണത്തിൻ്റെ ഇപ്പോൾ മൊബൈൽ ടവറുകൾ, 2 ടവറുകളുടെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതും പിടിക്കും ഇതും പിടിക്കും, മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇത് നല്ലതാണ്. ഇത് ഇപ്പോൾ നമുക്ക് നേരെ വടക്കോട്ട് ദർശനം വയ്ക്കാം. ഇത്
ഇതിനെ തെക്കോട്ടും ദർശനം എടുക്കാം, കിഴക്കോട്ടും ദർശനം എടുക്കാം. ഈ ഒരു പ്ലോട്ടിന് വളരെ ഗുണമുണ്ട്. ഉണ്ടല്ലേ? ഇങ്ങോട്ടൊരു കിഴക്കോട്ടൊരു ദർശനം വയ്ക്കാം, വടക്കോട്ടും ദർശനം വയ്ക്കാം. ഇത് വളരെ നല്ലതാണ്. ഇതെടുക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ സംഗതിയും ഉണ്ടാവും, അഭിവൃദ്ധി ഉണ്ടാവും. മനസ്സിലായി. വാസ്തുശാസ്ത്ര പ്രകാരം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അമ്മയുടെ നക്ഷത്രമാണ് നോക്കേണ്ടത്. അതെ. അമ്മയ്ക്ക് മകനക്ഷത്രം ആയതുകൊണ്ട് 11ാം ഭാവത്തിലെ വ്യാഴമുണ്ട്. അത് ഈ ജൂൺ മാസം 2-ാം തീയതിയാണ് ആ വ്യാഴം പകർച്ച കർക്കിടകത്തിലേക്ക് വരുന്നത്. അപ്പോൾ 11-ൽ വ്യാഴം നിൽക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മംഗളകരമായിട്ട് വരും, ദൈവാധീനം ഉണ്ടാകും. നമുക്ക് ഭാഗ്യമുള്ള സമയത്ത് നമ്മളൊരു കാര്യം, എന്ത് കാര്യം ചെയ്താലും, തെറ്റായിട്ടുള്ള കാര്യം ചെയ്താലും നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും, നമ്മുടെ രീതിക്ക് വരും. നമ്മുടെ രീതിക്ക് വരും. അപ്പം ഇപ്പോൾ അമ്മയുടെ സമയം വെച്ച് വളരെ നല്ലതാണ്, മനസ്സിലായോ? അപ്പോൾ അമ്മയോടൊന്ന് പറയണം, ഈ പ്ലോട്ടാണ് നല്ലത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാര്യം ചെയ്യുമല്ലേ, അതെ. അപ്പോൾ അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ മൂലകുടുംബത്തൊക്കെ ഒന്ന് പോകാൻ പറയണം. മൂലകുടുംബ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നമ്മുടെ കുടുംബ ആചാരപ്രകാരം വഴിപാടൊക്കെ ഒന്ന് ചെയ്യണം. ഒരു ഗണപതി അമ്പലത്തിൽ പോയിട്ട് ഇതിന് ടോക്കണൊക്കെ കൊടുത്ത് ജൂൺ മാസത്തിന് മുൻപായിട്ട് ടോക്കൺ കൊടുത്ത് സ്ഥലം വാങ്ങിക്കാൻ നോക്കുക. ഇത് നല്ല സ്ഥലമാണ്. അതിപ്പം നമ്മൾ റിയൽറ്ററി ആയിട്ട് സംസാരിച്ചപ്പോഴും ആക്സസിബിലിറ്റിയും എല്ലാം കൊണ്ടും നല്ല 2 പ്ലോട്ടുകളാണ് സജസ്റ്റ് ചെയ്തത്. ആകെ നമ്മളിത് പ്രിഫർ ചെയ്യാൻ ഒരേ ഒരു കാരണം ഇച്ചിരി പൈസ കുറവാണെന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അതങ്ങനെ നോക്കട്ടെ. ആ പൈസ കുറവ് നമുക്ക് ഒരുപാട് തലവേദന ഉണ്ടാക്കും. അപ്പം അതല്ലെങ്കിൽ പിന്നെ അതനുസരിച്ച് ഇവിടെ തിരിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. അല്ല, നമ്മളിപ്പോൾ തിരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മേ ബി ചിലപ്പം എക്സ്പെൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിൽക്കില്ല. ശരിക്കും അതെല്ലാം ഈ അഴച്ചു കെട്ടിയാ മുഴച്ചിരിക്കും എന്ന് പറയുന്ന പോലെ വീണ്ടും വീണ്ടും പ്രോബ്ലം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതെ, നമുക്കിപ്പം വീടാണ് നമ്മളൊരു സ്വപ്നം കാണുന്ന കാര്യമാണല്ലോ. പിന്നെ ഇതാണ് നല്ലതെങ്കിൽ ഈ പ്ലോട്ട് തന്നെ നോക്കാമെന്ന് ഞാൻ കരുതുന്ന. നമുക്ക് കിഴക്കോട്ടും വടക്കോട്ടും, അതായത് കിഴക്കോട്ട് ദർശനമുള്ള വീട് വെച്ചാൽ നമുക്ക് ഐശ്വര്യം കിട്ടും, വടക്കോട്ട് ദർശനമുള്ള വീട് വെച്ചാൽ ധനലാഭം കിട്ടും. പടിഞ്ഞാറോട്ട് ദർശനമുള്ളത് കുഴപ്പമില്ല, പക്ഷെ അത് കൃത്യമായിരിക്കണം. കൃത്യമല്ല എങ്കിൽ രോഗം വരും. തെക്കോട്ട് ദർശനമുള്ളതും ഉച്ചരാശിയിൽ കൃത്യമായിരിക്കണം. കൃത്യമല്ല എങ്കിൽ മരണം വരും. കാരണം യമവീതിയാണ്, യമനെയാണ് നോക്കിയിരിക്കുന്നത് തെക്കോട്ട്. അതുകൊണ്ടാണ് ആളുകൾ ഭയപ്പെടുന്നത്. മനസ്സിലായി. ഇവിടെയാണെങ്കിൽ ഇന്ദ്രദേവനെയാണ്, മഹാലക്ഷ്മിയാണ് ഇങ്ങോട്ട് നിൽക്കുന്നത്. അപ്പൊ കിഴക്കോട്ടാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ വടക്കോട്ട് നോക്കാം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അവരോട് പറയും, റിയൽ തിയറി അജീഷിനോട് പറയും, ഇത് ഏറ്റവും നല്ലൊരു സംഗതിയാണ്, ഈ പ്ലോട്ട് അറേഞ്ച് ചെയ്ത് തരാൻ പറ. ഓക്കെ. അല്ല, ഇതെന്തായാലും ഇപ്പം വാസ്തു ഒന്ന് നോക്കിയ സ്ഥിതിക്ക് എനിക്കിനി ഒന്ന് ഒരു വക്കീലിനെ കാണണം. നമുക്ക് നിയമപരമായിട്ട് എങ്ങനെ ലീഗൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പ്ലോട്ട് തന്നെ ഞാനൊന്ന് ആലോചിച്ചിട്ട് എനിക്ക് ആർക്കിടെക്റ്റിനെ കൂടെ കാണിക്കണം. എന്നിട്ട് ഞാൻ ജോത്സ്യരോട് വരച്ചിട്ട് എന്തായാലും നന്നായി, വളരെ നന്ദിയുണ്ട് ഈ കാര്യം പറഞ്ഞു തന്നതിന്. നമുക്കും അറിയില്ലായിരുന്നു. ഇത് വളരെ നല്ലതാണോ, ഇതെടുക്കാം. ഓക്കെ, ഞാൻ എന്തായാലും അവരോടൊന്ന് പറയും. ഉറപ്പായിട്ടും വളരെ നന്ദിയുണ്ട്. ഇപ്പം അല്ലെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു, മേ ബി ചിലപ്പോൾ ഞാനിത് എടുത്തു പോയേനെ. അമ്മയോടൊന്ന് പ്രത്യേകം പറയൂ, മൂലകുടുംബത്തൊന്ന് പോകാൻ പറയണം. പിന്നെ ഇത് ജൂൺ മാസത്തിന് മുമ്പായിട്ട് തീരുമാനമെടുത്ത് തുടങ്ങി വെക്കാൻ പറയണം. ഓ ശരി. അപ്പോൾ ശുഭസ്യ, നല്ല കാലത്ത്, അതായത് തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. നല്ല കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. ശുഭസ്യ ശീഘ്രം എന്ന് പറയാം. നല്ല കാര്യമാണ്, പെട്ടെന്ന് നടക്കട്ടെ. നന്ദി. ഓൾ ദ ബെസ്റ്റ്. ശരി, താങ്ക് യു.